ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകി പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ താൻ അത് അറിയുന്നില്ല എന്ന് പറഞ്ഞു. ப்ராப்ளம் போயிட்டு இருக்கு. ஆனால் அந்த ப்ராப்ளம் எல்லாமே வர 6 மந்த் ஜூன் 25 தான் நடந்தது. പിന്നീടാണ് കറക്റ്റ് ജൂണിലാണ് ഈ പെണ്ണുങ്ങളുടെ കേസ് തൂക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഓർമ്മ വന്നു, ഞാൻ അന്ന് അവിടെ ക്യാഷ് ഇട്ടു, എന്നിട്ട് ആ ക്യാഷ് നമ്മൾ ബിരിയാണിക്ക് കൊടുത്തു, സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത ബിരിയാണി. ഞാൻ ചോദിച്ചു, 2000 രൂപയ്ക്ക് നിങ്ങൾ 3 പേരും കൂടെ ഹയാത്തിൽ നിന്നാണോ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചത്? എനിക്ക് എമൗണ്ട് താൻ തന്നിട്ടില്ല, അതെന്താ തരാത്തെ? ഓ തന്നില്ലല്ലേ? ഞാൻ പറഞ്ഞില്ല തന്നില്ല, ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വിളിക്കാം എന്ന് പറഞ്ഞ് കോളം കട്ട് ചെയ്തു. പിന്നെ അതിൽ ഒരാളുടെ ഹസ്ബൻഡ് എൻ്റെ അച്ഛനും അച്ഛൻ്റെ ഏതോ ഫ്രണ്ട് സന്തോഷങ്ങളും കൂടി ഇവരെ പീഡിപ്പിച്ച കഥ വരെ പറയുന്നുണ്ട്. അതിൽ ആ ആളെ പറ്റി പറയേണ്ട ഒരു സംഭവമാണോ ഇത്? ആ ക്രെഡിബിലിറ്റി അവർക്ക് കക്കാൻ പറ്റത്തില്ല. പൈസ നഷ്ടപ്പെട്ടു, ഞാൻ പൊട്ടിയായി, അത്രയായി. പക്ഷെ ഈ നഷ്ടപ്പെട്ട പൈസ എനിക്ക് തിരിച്ചു പിടിക്കാൻ ഈ പറഞ്ഞ ക്രെഡിബിലിറ്റിയും മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും എല്ലാം തന്നെ മതി. അന്ന് ആ ഒരു സംഭവിച്ചൊരു ഇഷ്യൂ എന്ന് പറയുമ്പോഴേ അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതിൻ്റെ ഇത് ചെയ്യാം. എനിക്ക് അവരെ തൂക്കിയ ആ ഒരു സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ തൂക്കുന്നത് ഇഷാനിയുടെ ഒരു ഫ്രണ്ട് വഴിയാണ്. ആ കുട്ടി എന്നെ ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട, ചിലപ്പോൾ നിനക്ക് അറിയായിരിക്കും, ഞാൻ ചുമ്മാ പറയുമോ എന്ന് പറഞ്ഞപ്പോൾ ഇഷാനി പറഞ്ഞു. ഞാൻ പിന്നെ എന്താ, അല്ല എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ നിന്റെ സ്റ്റോറി വന്നായിരുന്നു. അപ്പോൾ സ്റ്റോറി വന്നപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ പോയപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫിൻ്റെ ഗൂഗിൾ പേ QR കോഡാണ് കൊടുത്തേ, നീയാണോ അവരോട് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനു പറയണം, അതിന് അവർക്കാർക്ക് ഞാൻ ആ കമ്പനി എഴുതി കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളൊരു തോട്ട്. അപ്പോൾ ഇഷാനി പറഞ്ഞു, ദിവ്യ ഫ്രാങ്ക്ലിൻ എന്നായിരുന്നു അക്കൗണ്ടിൻ്റെ പേര്. ഞാൻ പറഞ്ഞു, എൻ്റെ സ്റ്റാഫിൻ്റെ ഒരാളുടെ പേര് അതാന്ന് പറഞ്ഞു. എൻ്റെ ടൈമും എമൗണ്ടും കാണിക്കാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി അയച്ചു തന്നു. ഇതുപോലെ 2 മണിക്കൂർ സമയത്ത് 2700 സംതിങ്. അപ്പോൾ ഞാൻ ഈ ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഇതുപോലെ എടുത്തോ, പൈസ എടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തപ്പോൾ കുട്ടി പറഞ്ഞു, ഓർമ്മ വന്നു, ചേച്ചിയുടെ QR കോഡ് വർക്ക് ആവുന്നില്ലായിരുന്നു, അങ്ങനെയാണ് ഞാൻ എടുത്തത്. ഞാൻ പറഞ്ഞു, ഓക്കെ അതായിക്കോട്ടെ, പക്ഷെ എന്നെ അത് അറിയിച്ചിട്ടില്ല, എനിക്ക് ആ എമൗണ്ട് താൻ തന്നിട്ടില്ല, അതെന്താ തരാത്തെ? ഓ തന്നില്ലല്ലേ? ഞാൻ പറഞ്ഞില്ല തന്നില്ല. അല്ലാതെ എനിക്ക് തോന്നുന്നു ഞാൻ ക്യാഷ് അവിടെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ഓഫീസിൽ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് അവിടെ ഇട്ടു. ഞാൻ പറഞ്ഞു, ശരി ആ ക്യാഷ് എവിടെ? ഓ ഞാൻ തന്നില്ലേ? ഞാൻ പറഞ്ഞില്ല തന്നില്ല, ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വിളിക്കാം എന്ന് പറഞ്ഞ് കോളം കട്ട് ചെയ്തു. അപ്പൊ തന്നെ നമുക്ക് പിടികിട്ടി. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ കൂടെ ഫോൺ ബിസിയാ, എത്ര വിളിച്ചിട്ടും ബിസി, കോൾ വെയിറ്റിംഗ്. അപ്പം ഞാൻ എൻ്റെ ബാക്കിയുള്ള സ്റ്റാഫുകളെ വിളിച്ചു, അവരുടെ ഫോണും ബിസി. പിടികിട്ടി എന്തോ ഒരു ഗൂഢാലോചനയ്ക്ക് വേണ്ടി പോയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഓർമ്മ വന്നു, ഞാൻ അന്ന് അവിടെ ക്യാഷ് ഇട്ടു, എന്നിട്ട് ആ ക്യാഷ് നമ്മൾ ബിരിയാണിക്ക് കൊടുത്തു, സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത ബിരിയാണി. ഞാൻ ചോദിച്ചു, 2000 രൂപയ്ക്ക് നിങ്ങൾ 3 പേരും കൂടെ ഹയാത്തിൽ നിന്നാണോ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചത്? നിങ്ങൾക്ക് വല്ല സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചാൽ പോരെ? അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി അത് അന്ന് എൻ്റെ ഒരു ട്രീറ്റ് ആയിരുന്നു, അപ്പോൾ ഞാൻ അവിടെ നിന്ന്. അപ്പം ഞാൻ തൻ്റെ ട്രീറ്റ് ആണെങ്കിൽ തൻ്റെ പൈസ അല്ലേ കൊടുക്കണ്ടേ, എൻ്റെ ബിസിനസ്സിലെ പൈസ അല്ലല്ലോ ട്രീറ്റിന് കൂടും, അത് ട്രീറ്റ് നല്ലല്ലോ, മോട്ടിച്ച പൈസയിൽ ബിരിയാണി കട്ട് തിന്നു എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ സോറി ചേച്ചി, ഞാൻ ആ പൈസ ഇപ്പം ഇട്ട് തരാം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് 2700 ചില്ലുവാൻ ഇട്ട് തന്നു. ഞാൻ പറഞ്ഞിട്ട് ഇതുപോലത്തെ സംഭവം മേലിൽ ആവർത്തിക്കരുത്, ഇതുപോലെ ഇങ്ങനെ ഇത് മോഷണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് തെറ്റാണ്, ചിലപ്പോൾ താൻ വിട്ടുപോയതായിരിക്കും, പക്ഷെ തെറ്റാണ് എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു. ഈ വിഷയം അശ്വിനോട് ഡിസ്കസ് ചെയ്തു. അശ്വിന് എന്നിട്ട് ബോധർ ചെയ്തില്ല, 2000 രൂപയല്ലേ, അതെന്തിനും അവർ മോട്ടിക്കണം എന്നുള്ളതിൽ പോലെ ഇരുന്നു. പക്ഷെ എന്തിനും ഞാൻ അശ്വിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇടാം, ഇതുപോലെ ആരെങ്കിലും ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ പേ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചുമ്മാ ഒരു ഫോർമാലിറ്റിക്കും ഇട്ടതും എനിക്കൊരു 500ന്റെ മുകളിൽ മെസ്സേജ് ഒരു 2 മണിക്കൂറിനകത്ത് വന്നു. അത്രയ്ക്ക് മെസ്സേജ് എനിക്ക് വന്നു. ഐ ഡിഡ് ഓബയോസിൽ വന്നു, റിയാക്ഷനിൽ വന്നു, വിത്ത് സ്ക്രീൻഷോട്ട് ആൻഡ് ഡേറ്റ് ആൻഡ് എവറിത്തിങ്. എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. എന്നിട്ട് ആ സമയം കൊണ്ട് ഇവരെന്നെ വിളിച്ചു. ഇവരറിയുന്നില്ലല്ലോ എനിക്ക് ഇതുപോലെ സ്ക്രീൻഷോട്ടൊക്കെ വന്നു എന്നുള്ളത്. ഇവർ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചിയുടെ അവിടെ സ്റ്റാഫായിട്ട് നമ്മളാണ് നിൽക്കുന്നതെന്ന് ചേച്ചിയുടെ അമ്മയുടെ വ്ളോഗിലൂടെയൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ട്, നമുക്ക് എന്തൊരു നാണക്കേടാണെന്ന് അറിയോ നമ്മളെ പറ്റി ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ ഇട്ട ആൾക്കാർ നമ്മൾ മോട്ടിച്ചു എന്ന് വിചാരിക്കില്ല, ആ സ്റ്റോറി ഒന്ന് റിമൂവ് ചെയ്യാം. ഞാൻ പറഞ്ഞു, സ്റ്റോറി ഞാൻ തന്നെ റിമൂവ് ചെയ്യണം, നിങ്ങൾ കള്ളത്തരം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിന് പേടിക്കണം, ആരും സ്ക്രീൻഷോട്ട് അയക്കില്ല, നിങ്ങൾ കാമായിട്ടിരുന്നൂടെ, ചേച്ചി ഒന്ന് ഡിലീറ്റ് ചേച്ചി, നമ്മുടെ മാനസികമായിട്ട് നമ്മൾ തകർന്നു പോയി, നമ്മുടെ റെപ്യൂട്ടേഷൻ. ഞാൻ പറഞ്ഞു, നിങ്ങളെയൊക്കെ ആരറിയാനാണ്, എന്ത് റെപ്യൂട്ടേഷൻ, നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ നമ്മൾ അറിയാം. ഞാൻ പറഞ്ഞു, ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ചെയ്തേ പറ്റൂ,
എന്നും പറഞ്ഞ് ഇതിലുള്ള ഒരു കുട്ടിയുടെ ഹസ്ബൻഡ് എന്നെ വിളിക്കുന്നു, ത്രട്ടൻ ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൽ ഒരാളുടെ ഹസ്ബൻഡ് എൻ്റെ അച്ഛനും അച്ഛൻ്റെ ഏതോ ഫ്രണ്ട് സന്തോഷങ്ങളും കൂടി ഇവരെ പീഡിപ്പിച്ച കഥ വരെ പറയുന്നുണ്ട്. എൻ്റെ അച്ഛന് 4 പെമ്പക്കളാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ആ ആളെ പറ്റി പറയേണ്ട ഒരു സംഭവമാണോ ഇത്? ഇങ്ങനെ കൂടെ നിന്ന പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു. എനിക്ക് അച്ഛൻ്റെയൊക്കെ മക്കളാമൂല അതിനേക്കാൾ ഇഷാനേക്കാൾ ഇളയതാ ഈ പറഞ്ഞ പെൺകുട്ടി, ഇഷാനേക്കാൾ ഇളയതാ, ഓൾമോസ്റ്റ് ഹൻസികേക്കാൾ 1-2 വയസ്സ് മൂത്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ അവർക്കൊണ്ട് എങ്ങനെ അവരുടെ വായിന്നത് വന്നു എന്നുള്ളത്. ബിക്കോസ് ഇത്രയും നാള് അവർ കട്ട പൈസയാണെങ്കിലും എൻ്റെ പൈസയ്ക്ക് അവളും അവളുടെ കുടുംബവും എല്ലാവരും തീറ്റിപ്പോറ്റി, ഒരാൾ കാറ് വാങ്ങിക്കുന്നു, ഒരാൾ പുതിയ വീട് വെക്കുന്നു, വേറൊരാൾ ഇവരുടെ അച്ഛൻ ഇതിൽ ഏതൊരാളുടെ അച്ഛയ്ക്കൊന്നു മീൻ പിടിക്കാൻ പോകുന്ന ഫിഷർമാനാണ്. പുള്ളിയുടെ റിലേറ്റീവ് ആണ് ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷനാണ്. പുള്ളിയുടെ 8 വിരലിൽ ഇപ്പോൾ സ്വർണ്ണ മോതിരവും കട്ടിയുള്ള സ്വർണ്ണമാല. എൻ്റെ അച്ഛന് പോലും എനിക്കത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ അച്ഛന് പോലും 8 വിരലിൽ മോതിരം ഇല്ല. അത് അറിഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ അച്ഛന് വാങ്ങിച്ച് ഇട്ട് കൊടുത്തന്നെ രാവിലെ ഇട്ടുകൊണ്ട് നടക്കാൻ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കാ പൊളിയാത്ത? എനിക്ക് ഇവർ 3 പേരും പറഞ്ഞല്ലോ നമ്മൾ അവരെ റോങ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഇത് അവരത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും പറഞ്ഞു 2 ദിവസം മുന്നേ കിട്ടിയ 2 അട്ടി വെച്ചു കൊടുത്തിട്ട് അവർ പറഞ്ഞെങ്കിൽ ഒരു സമാധാനം എങ്കിലും ഉണ്ടായിരുന്നു. അതും പറ്റിയില്ല. പിന്നെ കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴും സത്യം പറഞ്ഞാൽ അവരെ മനസ്സുകൊണ്ട് ഞാൻ ക്ഷമിച്ചിട്ടിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ബുദ്ധിയിൽ അത്രേ ഉദിച്ചുള്ളൂ. ഇപ്പം അവരെ പറ്റി കുറേ ട്രോള് വരുന്നുണ്ട്. അതിനകത്ത് ലാലിൻ്റെ ഒരു സിനിമയുടെ ഡയലോഗ് വരുന്നത്, ഇതാണ് നമ്മുടെ ഐഡിയ, നമുക്ക് ഇത്ര ബുദ്ധിയേ ഉള്ളൂ. അതാണ് അവര് സത്യം പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതാ കുട്ടികൾക്ക്. കാരണം ആരോ പറഞ്ഞു കൊടുത്തൊരു ഐഡിയ. സ്വയം അവരുടെ മനസ്സിൽ ഒരിക്കലും ഇത്രയും ഒരു ഇത് വരില്ല, പീഡിപ്പിച്ചു കിഡ്നാപ്പ് ചെയ്തു എന്നൊക്കെ. കാരണം ഇവർ നമ്മുടെ മുമ്പ് ഇങ്ങനെ നിന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് വന്നിട്ട് മറ്റേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വന്നു ഇങ്ങനെ ഒന്ന് റെഡിയായിട്ട് നിന്നത്. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്ത ഐഡിയ. അപ്പോൾ അതിൽ ഇവരങ്ങനെ ഇൻഫ്ലുവൻസ് ആയി പോകണമെങ്കിൽ അതിനുള്ള ഒരു ബുദ്ധിയല്ലേ ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് തെറ്റ് പറയാനും പറ്റൂല. അവർക്ക് അതിനുള്ള എഡ്യൂക്കേഷനേ ഉള്ളൂ, അതിനുള്ള അറിവേ ഉള്ളൂ. അത്രയേ അവർക്ക് അവരെ കൊണ്ട് പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനത് ആദ്യത്തെ ഒരു ദേഷ്യമായിരുന്നു. പിന്നീട് ഞാൻ എന്താ വിചാരിക്കുന്നത്, ഇത്രയും അവർ കട്ടു. അത് എൻ്റെ പേരിൽ വന്ന ക്രെഡിബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരുന്നു. ആ കൊടുത്ത പൈസ മുഴുവൻ. ആ ക്രെഡിബിലിറ്റി അവർക്ക് കക്കാൻ പറ്റത്തില്ല. എൻ്റെ ഐഡന്റിറ്റി അവർക്ക് കക്കാൻ പറ്റില്ല. എൻ്റെ മാർക്കറ്റിംഗ് ഐഡിയാസ് അവർക്ക് കക്കാൻ പറ്റൂല. ഞാൻ ഈ ബ്രാൻഡിന് ഓബയോസി എന്നൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുത്തു. അതുപോലൊരു ബ്രാൻഡ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് മൊത്തം എൻ്റെ കൈവശമുള്ള സാധനം. പൈസ നഷ്ടപ്പെട്ടു, ഞാൻ പൊട്ടിയായി, അത്രയായി. പക്ഷേ ഈ നഷ്ടപ്പെട്ട പൈസ എനിക്ക് തിരിച്ചു പിടിക്കാൻ ഈ പറഞ്ഞ ക്രെഡിബിലിറ്റിയും മാർക്കറ്റിംഗും ബ്രാൻഡിങ്ങും എല്ലാം തന്നെ മതി. ഏകദേശം ഇപ്പൊ എമൗണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഫിഗർ എത്രയാണ് ശരിക്കും? പോലീസ് അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം ചെക്ക് ചെയ്ത് വന്നപ്പോൾ ബാങ്ക് ട്രാൻസ്ഫേഴ്സ് എല്ലാം കൂടെ എത്ര 67-69 lakhs ഉണ്ടായിരുന്നു. നമുക്ക് അത് കണ്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. അത് പോലീസുകാർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞതാ. വന്ന ന്യൂസ് നമ്മൾ ഏകദേശം ഒരു കാൽക്കുലേഷൻ സ്റ്റോക്ക് വെച്ച് നമ്മൾ പറഞ്ഞു. ബിക്കോസ് എനിക്ക് സ്റ്റോക്ക് നമ്മൾ പോയി ഓഫീസിൽ, ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് പോയിട്ടില്ല. പിന്നീട് പോയി ന്യൂസ് അറിഞ്ഞപ്പോൾ പോയി ചെക്ക് ചെയ്തപ്പോൾ ഇന്ന ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ മിസ്സിംഗ്. അപ്പൊ ആ സ്റ്റോക്കുകൾ ഞാൻ പറഞ്ഞ റേറ്റിന് വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ, എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ 68-69 lakh, അറ്റ്ലീസ്റ്റ് ഇൻസൈഡ് 70 lakhs പോയിട്ടുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു. അതുപോലെ കണക്കെടുത്ത് വന്നപ്പോൾ ആ ഒരു എമൗണ്ട് തന്നെ ആയിരുന്നു. അതിനകത്തുള്ളൊരു എമൗണ്ട് പ്ലസ് ക്യാഷ് ട്രാൻസാക്ഷൻസ് എനിക്ക് അറിയില്ല. അത് ഇവര് എന്തൊക്കെയാണ് ഇവർ ചെയ്തത് എനിക്കറിയില്ല. കൂടുതലാവാനേ ചാൻസ് ഉള്ളൂ. ഇൻസൈഡ് crore ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് ഇവരെടുത്തിട്ടുള്ളതാണ്.